പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നേഹമുള്ള സഹോദരൻ. ഈശോ 70 പേരെ തെരഞ്ഞെടുത്തു. ബൈബിളിൽ കാണുന്ന എണ്ണം 72, 70 പല ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ 72 പേരെ തെരഞ്ഞെടുത്തെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് ലൂക്ക വിശദീകരിക്കുന്നത്. അപ്പോൾ അത് 2 പേരായിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യേശു വചനം പ്രഘോഷിച്ചുകൊണ്ട് ചെല്ലാനിരുന്ന സ്ഥലങ്ങളിലേക്ക് വഴിയൊരുക്കാനായിട്ട് ഈ 2 പേരെ അയക്കുകയാണ്. അവർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരവിടെ ചെന്ന് യേശുവിനെ പറ്റിയും യേശുവിന്റെ വചനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് യേശുവിന്റെ വചനം കേൾക്കാനായിട്ട്, യേശു സൗഖ്യദായകനെ യേശുവിനെ കാണാനായിട്ടും സൗഖ്യം നേടാനൊക്കെ വഴിയൊരുക്കുന്ന ദൗത്യമാണ് ഈ 72 പേർ ഉണ്ടായിരുന്നത്. ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ചെന്നായ്ക്കളിലേക്ക് കുഞ്ഞാടുകളെ പോലെ എന്നപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നതാണ്. ചെന്നായി എന്ന് പറയുന്നത് കുഞ്ഞാടുകളെ പിടിച്ച് കടിച്ചു തിന്നുന്നതാണ്. അപ്പോൾ അങ്ങനെ കടിച്ചു തിന്നുന്ന ചെന്നായ്ക്കൾ പോലെ വിദ്വേഷവും വിരോധവുമുള്ള ആളുകളുടെ ഇടയിലേക്ക്, സമൂഹത്തിലേക്ക്, അങ്ങനെയുള്ള ആളുകൾ വസിക്കുന്ന ഇടങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് യേശു അവരോട് പറയുന്നത്. പിന്നെ യേശു പറയുന്നുണ്ട്, വേലക്കാര് വിളവധികം എന്നാൽ വേലക്കാരെ ചുരുക്കം, വേലക്കാരെ അയക്കാൻ വേണ്ടി വിളവില്ലെന്ന് അവരോട് പ്രാർത്ഥിക്കുന്നു വചനത്തിൽ പറയുന്നു. ഈ മിഷണറിമാര്, വചന പ്രഘോഷകര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി വചന പ്രഘോഷണം നടത്തി. യൂതന്മാരുടെ ചിന്താഗതി ഉണ്ടായിരുന്നത് 70 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. 70 ആ രീതിയിലും പ്രാധാന്യം ഉണ്ടായിരുന്നു. 70 രാജ്യങ്ങൾ, 70 സ്ഥലങ്ങൾ വചനം പ്രഘോഷിക്കാൻ വേണ്ടി. ഇങ്ങനെ വചന പ്രഘോഷണം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിരവധി ആളുകൾ അപ്പോസ്തലന്മാർ ആരംഭം കുറിച്ച രക്തസാക്ഷിത്വം എക്കാലഘട്ടത്തിലും ഇന്നും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, അല്ലെ സുവിശേഷത്തിന് വേണ്ടി മരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഓർമ്മിക്കുന്ന ഒരു വലിയ പറമ്പിൽ അബ്രാഹത്തിനെയാണ്. ഞാൻ സെമിനാരിയിൽ ചേരുന്ന വർഷം കടുത്തിരുത്തിയിൽ കൊച്ചനായിരുന്നു. അവിടെ വലിയച്ഛനും കൊച്ചനുമുള്ള വലിയ പള്ളിയാണ്. പിന്നെ തലശ്ശേരി വന്ന് പഠനം കഴിഞ്ഞിട്ട് ആദ്യത്തെ അവധിക്ക് ചെന്നപ്പോൾ അച്ഛന് എഴുത്തറ പള്ളിയിലേക്ക് സ്ഥലം മാറ്റി കിട്ടി. ഞാനിവിടെ കൊണ്ടുവിടാൻ പോയത് ഓർമ്മിക്കുക. സൂര്യങ്ങളുടെ തൊഴിലുറപ്പ് സ്വീകരണത്തിന് അച്ഛൻ എൻ്റെ ശരിക്കും അച്ഛൻ വന്നിരുന്നു. അതിനുശേഷം എൻ്റെ മിക്ക വർഷം അച്ഛൻ ആഫ്രിക്കയിലേക്ക് വിശ്വപ്രവർത്തനത്തിന് വേണ്ടി ആഫ്രിക്കയിലൊരു രാജ്യത്തിലേക്ക് പോയി. ഞാൻ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അച്ഛൻ്റെ ഒരു വലിയ ചിന്താവും എഞ്ചിനീയറിംഗിൽ കണ്ടപ്പോൾ പറഞ്ഞത്, അച്ഛൻ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങളെ ആഫ്രിക്കയിൽ അന്ധവിശ്വാസമുള്ള ആളുകളും അച്ഛന് രാത്രി കുറച്ച് ലേറ്റ് ആകുമ്പോഴാണ് ചെറിയടുത്ത് കിടക്കാനായിട്ടൊക്കെ ആളുകൾ ചെയ്യുന്നത്. 1-2 പേര് കിടക്കാനൊക്കെ ചെല്ലാറുണ്ട്. പക്ഷെ അവർ വരുന്നതിന് മുമ്പ് അച്ഛൻ കൊല്ലപ്പെട്ടു. അച്ഛന് പുലിമുടിയിലേക്ക് പോയി പുറത്താണ് പുലിമുടി അതിൽ തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും അച്ഛനെ കൊന്നു. അത് മാത്രമല്ല, മാംസളമായ ഭാഗങ്ങൾ അവർ ചെത്തിയെടുത്തിരുന്നു. ആഹാരം അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അങ്ങനെ മനുഷ്യരെ തിന്നുന്ന പ്രാകൃത രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നു ആഫ്രിക്കയിൽ നിന്നും കാണുമായിരിക്കും. ഏതായാലും അച്ഛനെ എങ്ങനെ കൊന്നു, അതുപോലെ അസ്ഥിയോട് ചേർന്ന പല മാംസ ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ആ ഭാഗങ്ങൾ അതിന് എടുത്ത് അവർ ഭക്ഷിച്ചു എന്നുള്ളതാണ്. ഈ ആളുകൾ വന്നപ്പോഴാണ് അച്ഛനിങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. ഈ വലിയച്ഛനോട് പറഞ്ഞു, അതിന് മുമ്പുള്ള പല ദിവസങ്ങളിൽ അപശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുമായിരുന്നു. ഈ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ബലിയർപ്പിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനൊക്കെയുള്ള ചിന്തയിൽ കൊണ്ടായിരിക്കും ഇവരിങ്ങനെ അവരുടെ പ്രാകൃത ശൈലികൾ രൂപപ്പെടുത്തി അവസാനം അച്ഛൻ്റെ രക്തസാക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അച്ഛന് മാത്രമല്ല, നിരവധി ആളുകൾ സഭയുടെ ആരംഭകാലം മുതൽ വചന പ്രഭാഷണത്തിന്റെ ഇടയിൽ കൊല്ലപ്പെട്ട നിരവധി ആളുകൾ ചരിത്രത്തിലുണ്ട്. ഇന്നും കൊല്ലപ്പെടുന്ന നിരവധി വിശ്വാസികൾ, അതുപോലെ സുവിശേഷ പ്രഭാഷകരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. അടുത്ത
കാലത്ത് ഒരു മെത്രാന് ഓസ്ട്രേലിയയിൽ ഈ മെത്രാന് ബാബേലിലെ സഭ നമ്മുടെ സഭയുടെ ഇറാഖിലുള്ള സഭയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ മെത്രാന് നല്ല ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തുന്ന ഒരു മെത്രാനാണ്. ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് 10 വയസ്സുകാരുള്ള ഒരുപാട് കുത്തിയത് ഈ മെത്രാന്റെ മുഖത്തും ശരീരമൊക്കെ കുത്തിയത്. ഏതായാലും മെത്രാൻ കൊല്ലപ്പെട്ടില്ല, രക്ഷപ്പെട്ടു. അപ്പോൾ ഈ കുത്തിയ മനുഷ്യന്റെ ഹൃദയത്തില് ആ മെത്രാനോട് വലിയ വിദ്വേഷം ഉണ്ടായിരുന്നു. കാരണം വളരെ ശക്തമായ ശൈലിയിലും ഭാഷയിലും വചനം പ്രഘോഷിക്കുന്ന ഒരു മെത്രാനായിരുന്നു. ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഞാൻ പ്രസംഗം കുറച്ച് കേൾക്കുകയുണ്ടായി. ആ വിദ്വേഷം കൊണ്ടായിരിക്കാം ഈ മെത്രാനെ ഒരുപാട് അതും പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ആളുകളുണ്ട്. ആ അവസരത്തിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ മാരകമായിട്ട് പരിക്കേൽപ്പിച്ചത്. പുറപ്പാടിന്റെ പുസ്തകത്തില് അഹ്റോൻ മോശയുടെ സഹായത്തിനെത്തുന്നു. ഈ മോശ സംസാരജാതി ഉണ്ടായിരുന്നത് അഹ്റോനാണ് പല കാര്യങ്ങൾ അറിയിച്ചിരുന്നത്. ദൈവത്തിന്റെ അരുളപ്പാട് അഹ്റോനോട് നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക, ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി മോശയെ കണ്ടു എന്നിട്ട് ചുംബിച്ചു എന്ന് പുറപ്പാട് 4:28 പറയും. മോശ അഹ്റോനോട് പറഞ്ഞ കാര്യങ്ങള് അഹ്റോനാണ് ജനത്തോട് അതെല്ലാം വിശദീകരിച്ചു കൊടുത്തിരുന്നത്. നടപടി പുസ്തകം 12-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങളില് സാവൂളിന്റെ കൂടെ ഉണ്ടായിരുന്ന ബർണ്ണബാസ്, സഭയായിരുന്ന മർക്കോസ്. ഇതിന്റെ മർക്കോസ് സുവിശേഷകനാണ്. 4 സുവിശേഷകരാണ് മർക്കോസ്. ഇവർ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ബർണ്ണബാസിനെയും സാവൂളിനെയും മാറ്റി നിർത്താൻ ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി, അതായത് വചന പ്രവർത്തനത്തിനായിട്ട് സാവൂളാണ് പൗലോസ് ബർണ്ണബാസിനെയും മാറ്റി നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ സാവൂളിന്റെ മാനസാന്തരത്തിന്റെ ആദ്യ നാളുകളിലാണ് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ നേതാക്കന്മാര് ഇവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു എന്നാണ് നടപടി പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. മോശ 70 മൂപ്പന്മാരെ ജനത്തെ നീതി നടത്താൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നു. കാരണം വലിയൊരു ജനസഞ്ചയമുണ്ട്. ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അപരാധികളും കേട്ട് തീരുമാനമെടുക്കാനായിട്ട് മോശയ്ക്ക് സമയവും സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രാപ്തിയുള്ള 70 മൂപ്പന്മാരെ തെരഞ്ഞെടുത്തു എന്നാണ് പഴയനിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. ഭൂമിയിലെ രാജ്യങ്ങളുടെ സംഖ്യ 70 ആണെന്നായിരുന്നു യഹൂദന്മാരുടെ ധാരണ. ഉൽപ്പത്തി 10-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി വിശദീകരണം. അതുപോലെ യഹൂദന്മാരുടെ യേശുവിന്റെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമിതി ഉണ്ടായിരുന്നു. ഇതിനാണ് സാഹചര്യം സംഘം എന്ന് പറയുന്നത്. അതിൽ 70 പേരായിരുന്നു. ആ സംഘം ചേർന്നാണ് യേശു മരണത്തിനർഹനാണ്, അതുകൊണ്ട് ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം, ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ ശിക്ഷ അനുഭവിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ പ്രധാനാചാര്യനുണ്ടായിരുന്നു. അവിടെ ജനത്തിനു വേണ്ടി എന്നുവെച്ചാൽ റോമാക്കാർ വന്നത് രാജ്യത്തെ ആക്രമിക്കും, യേശുവിനെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ അതുകൊണ്ട് ജനത്തിൻ്റെ വേണ്ടിയിട്ട് യേശു കൊല്ലപ്പെടണം എന്നുള്ള ചിന്തയാണ് അവിടെ അവതരിപ്പിച്ചത്. ലോകത്തിൽ 72 ഭാഷകൾ ഉണ്ടായിരുന്നതെന്നാണ് യഹൂദ പാരമ്പര്യം. സെപ്ത്വജിന്റ് അത് ഗ്രീക്കിലേക്ക് ബൈബിൾ, അറാമായ ബൈബിള് ഗ്രീക്ക് ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്തവർ 72 പേർ കൂടിയാണ് ഗ്രീക്ക് ബൈബിള് രൂപപ്പെടുത്തിയത്. ഈ 70-72 ഒക്കെ സഭയുടെ സാർവത്രികതയെ സഭ എല്ലായിടത്തും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. യേശു പറയാൻ കൊയ്ത്ത് വളരെ വേലക്കാരിൽ നിൽക്കണം. ദൈവരാജ്യത്തിന്റെ സന്ദേശം സ്വീകരിക്കാനായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ പൗലോസ്ലീഹായുടെ ചോദിക്കുന്നത് പ്രഘോഷകനില്ലാതെ എങ്ങനെയാ കേൾക്കുക? അപ്പോൾ ഇത് പ്രഘോഷിക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ പ്രഘോഷിക്കേണ്ടത്? ഒന്ന് ജീവിതമാതൃക വഴിയായിട്ടാണ്.
സന്മാതൃക വഴിയായിട്ടാണ് ആദ്യമായിട്ട്, രണ്ടാമതായിട്ട് വചന പ്രഭാഷണം വഴിയായിട്ട് നല്ല വ്യക്തികള് അവരുടെ നല്ല മാതൃക വഴിയായിട്ട് സവിശേഷമായ സേവനം വഴിയായിട്ട് ശിക്ഷ ചെയ്യുന്നത് സേവനമാണ്, ശുശ്രൂഷയാണ്, ആതിരെ ശുശ്രൂഷയാണ്, അനാഥരെ സംരക്ഷിക്കുകയാണ്. അതൊക്കെ വലിയ മാതൃകകളാണ്. മാതൃകകൾ കാണിച്ചുകൊണ്ട് ശിക്ഷസും വചനം പ്രവേശിക്കുന്ന ശിക്ഷസും പല മനുഷ്യരാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അനുസ്മരിക്കുക. വൈദികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സുവിശേഷ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അന്മായർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ മർക്കോസ് പറയുന്നത് ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവരി ക്രീച്ചർ, എല്ലാ സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നാണ് മർക്കോസ് ശ്ലീഹ പറയുന്നത്. എന്ന് വെച്ചാല് മനുഷ്യരോട് മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളോടും. സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ഏറ്റവും മകുടമാണ് മനുഷ്യൻ. സ്വഭാവമുള്ളവരും മനുഷ്യരാണ്. വികസിത ബുദ്ധിയുള്ളത് മനുഷ്യരാണ്. അനശ്വരമായ ആത്മാവുള്ള മനുഷ്യർക്കാണ്. അപ്പോൾ സൃഷ്ടികളെന്ന് പറയുമ്പോൾ സൃഷ്ടിയിലെ സവിശേഷമായ അനശ്വരമായ സൃഷ്ടിയായ മനുഷ്യനോട് വചനം പ്രവേശിക്കുക എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. ഇതിലൂടെ ആദ്യം ഉണ്ടായിരുന്നു പറ്റിയിട്ടുണ്ട്. ഫേലിക്സ് എന്ന് പറയും, ഒരു സമൂഹത്തിലെ ഒരു സന്യാസാരനാണ്. 2001 ഒരു കൊല്ലം ജോലി ചെയ്തതിനു ശേഷം തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഈ അച്ഛന് ആഫ്രിക്കയിൽ സേവനത്തിന് വരും. പിന്നീട് കുറെ വർഷത്തിന് ശേഷം അച്ഛനെ കണ്ടുള്ള അച്ഛൻ പറഞ്ഞു, ആഫ്രിക്കയിൽ 2 പ്രാവശ്യം വെടിയേറ്റ് വന്നു. 1 പ്രാവശ്യം മുട്ടിന് വെടിയേറ്റ്, 1 പ്രാവശ്യം കാലിനും വെടിവെച്ചു. കൊള്ളക്കാരൊക്കെ വെടിവെക്കുന്നത്. രാത്രിയിൽ പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നത് സുരക്ഷിതമല്ല. ഇപ്പോൾ അച്ഛൻ കാനഡയിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടിൻ്റെ ഗഡ്ഡയൊക്കെ ഊട്ടി വെച്ച് തകർന്നതാണ്. പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ക്രമപ്പെടുത്തിയെന്ന് അച്ഛൻ പിന്നീട് പറയുകയാണ്. സുവിശേഷ പ്രചോഷണം ജീവിത സാക്ഷ്യത്തോടു കൂടിയായിരിക്കണം. ജീവിതം മാതൃക. നിരവധി രക്തസാക്ഷികൾ സഭയുടെ ചരിത്രത്തിലുണ്ട്. ഒരു ഉദ്ദേശമില്ലാതെ ക്ഷമിക്കുന്നു. ജോൺ പോൾ മാർപ്പാപ്പയെ വെടിവെച്ച ഗാത്ത എന്ന മനുഷ്യനോട് ഒരു ജയിൽ സമയത്ത് മാർപ്പാപ്പ അതിനോട് ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ അവരെ വിധവമായിട്ട് തീരുമാനിക്കുന്നത് ഗവൺമെന്റിന്റെ നിയമങ്ങളാണ്. ഇറ്റാലി ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച്. എന്നാൽ അവരോട് പറഞ്ഞു, ക്ഷമ പറഞ്ഞു, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. സുവിശേഷം രക്ഷയുടെ സാർവത്രിക സന്ദേശമാണ്. എന്നുവെച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് ലോകമെങ്ങും പോയി എല്ലാവരും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എല്ലാവരുടെയും രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. ആത്യന്തികമായ ലക്ഷ്യം മനസ്സിന്റെ ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതാണ് ഒത്തിരി ചെറിയ ലക്ഷ്യങ്ങൾ ലോക ജീവിതത്തിലുണ്ടെങ്കിലും ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, രക്ഷ പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് പൗലോസ് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന സത്യം അറിയണമെന്ന് ഇച്ഛിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം എല്ലാവരും രക്ഷ പ്രാപിക്കണം. രക്ഷ പ്രാപിക്കണമെങ്കിൽ വചനമെല്ലാവരും ഘോഷിക്കപ്പെടണം. അതിന് പ്രേക്ഷിതരുണ്ടായിരിക്കണം. അതാണ് നൂറ്റാണ്ടുകളായിട്ട് സഭ ചെയ്യുന്നത്. അതുപോലെ ഈ പ്രവർത്തനത്തിനിടയിൽ മരണം കൈവരിച്ചവരാണ് രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ. അവരെ നമുക്ക് അനുസ്മരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ നന്മ വഴിയായിട്ട്, സന്മാതൃക വഴിയായിട്ട് നമ്മൾ ജീവിക്കുന്ന നാട്ടിലും ഇടപെടുന്ന ആളുകളുടെ മുമ്പിൽ യേശുവിന്റെ സാക്ഷികളാകാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും